ഐബോർഡ് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ബാറ്ററി ഡൽഹിയിൽ നിന്ന് റെയിൽവേ ട്രെയിൻ വഴി ഇവിടെ എത്തിയ അല്പസമയം മുൻപ് അത് അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഐബോർഡിന്റെ വിവിധ ഭാഗങ്ങൾ പല സ്ഥലങ്ങളിൽ ആണ് എത്തിച്ചത്. അതിന്റെ അസംബ്ലിംഗ് പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. അത് യോജിപ്പിച്ച് ഐബോർഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സാങ്കേതിക വിദഗ്ധർ അത് പൂർണ്ണമായും ഘടിപ്പിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. അത് പൂർണ്ണമായ ഉടൻ തന്നെ അതിന്റെ നിരീക്ഷണം ആരംഭിക്കും എന്നാണ് ആ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ ബാറ്ററി വിമാനത്തിലെത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ വിമാനത്തിൽ കൊണ്ടുവരാനുള്ള സാങ്കേതിക തടസ്സം കാരണം ആണത് ട്രെയിൻ വഴി കൊണ്ടുവന്നത്. ട്രെയിൻ വഴി കൊണ്ടുവന്നതാണ് ഈ കാലതാമസത്തിന് കാരണമായത്. അത് അല്പസമയം മുൻപാണ് ഇവിടെ എത്തിച്ചത്. അത് അപകട സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ ഈ ഐബോർഡ് പൂർണ്ണമായും സജ്ജീകരിക്കുന്ന പ്രവൃത്തി പുരോഗമിച്ചു ഉണ്ട്. അതിന്റെ സാങ്കേതിക വിദഗ്ധർ ആ ഭാഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ച ആ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന്റെ മോണിറ്ററിംഗ് സംവിധാനത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്തിയതിനു ശേഷമാണ് അത് പ്രവർത്തിപ്പിക്കാനാവൂ. അത്തരം സാങ്കേതിക കാര്യങ്ങളിൽ ആണ് ഈ നേരത്തെ അതിന്റെ ബാറ്ററി എത്തിച്ചിട്ടും ഇതുവരെയായും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായും ഘടിപ്പിക്കാനാവും. ആ ഘടിപ്പിച്ച് കഴിഞ്ഞതിനു ശേഷം അത് സിഗ്നലുകൾ അത് പ്രവർത്തിപ്പിച്ച ഉടൻ തന്നെ അതിന്റെ നിന്ന് നമുക്ക് സിഗ്നൽ ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 20 അടി താഴ്ചയിൽ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന വാഹനത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന അത്യാധുനിക സംവിധാനമാണ് ഈ ഐബോർഡ് ഡ്രോൺ സംവിധാനം. ഐബോർഡ് ഡ്രോൺ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിലൂടെ തന്നെ ഈ വാഹനം മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് 20 മീറ്റർ താഴ്ചയിലാണെങ്കിലും അതിന്റെ കൃത്യമായ വിവരം ലഭ്യമാവുന്നു എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ 70 മീറ്റർ താഴ്ചയിൽ വെള്ളത്തിൽ അത് കൃത്യമായി എവിടെയെങ്കിലും വസ്തുക്കളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു കൃത്യത വരുത്താനും അതിന് കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ പുഴയുടെ ഏതെങ്കിലും ഭാഗത്ത് മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിലും 2 പേരെ കൂടി കാണാതായിട്ടുണ്ട്. അവരുടെ മൃതദേഹം അവരെയും കൂടി കണ്ടെത്താനുണ്ട്. ആ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിലും ഈ കൂട്ടത്തിൽ നടക്കുന്നു. അതടക്കം പരിശോധിക്കാൻ മനുഷ്യൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ ലോഹ വസ്തുക്കളൊക്കെ കണ്ടെത്താൻ ഈ ഐബോർഡിന്റെ നിരീക്ഷണത്തിലൂടെ സാധിക്കും. ആ ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ പരിശോധന നടക്കേണ്ടത്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഐബോർഡ് സെറ്റ് ചെയ്ത് അത് പൂർണ്ണമായും അസംബിൾ ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ അത് പ്രവർത്തിപ്പിക്കാൻ ആവും. ഈ സാധനം അസംബിൾ ഐബോർഡ് എന്ന ഡ്രോൺ അത്യാധുനിക സൗകര്യമുള്ള നിരീക്ഷണോപകരണം അത് ഘടിപ്പിക്കാൻ പൂർണ്ണമായും അത് അസംബിൾ ചെയ്യാൻ ആവശ്യമായ സമയം മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. അത് ഘടിപ്പിച്ച ഉടൻ തന്നെ അതിന്റെ നിരീക്ഷണം ആരംഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന ഓരോ സിഗ്നലും വളരെ പ്രധാനപ്പെട്ടതാണ്.